ശ്രീ ഒ അബ്ദുള്ള, ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. ഈ നേരത്തെ സുരേഷ് കൊച്ചാട്ടിൽ സാറും അത് അല്ല നോക്കൂ, ശ്രീ ഒ അബ്ദുള്ള, ഇവിടെ ഒരു മിനിറ്റ്, ഈ കൂടുതലാന്ന് പറഞ്ഞല്ലോ. സാധാരണ തർക്കിക്കാറുണ്ട്, ഞാൻ ഇടപെടാറുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ താങ്കളുടെ ആ ഇനീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നെ മാത്രമല്ല എല്ലാവരെയും പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ശ്രീ ഒ അബ്ദുള്ള. അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് ഇഷ്ടം പോലെ സമയം അനുവദിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം ഈ മത തീവ്രവാദത്തെ, അതുപോലെ മതഭീകരവാദത്തെ ഈ മൊല്ലാക്കന്മാരോ അല്ലെ ഇമാമുമാരോ അവരൊന്നും അതിനെ തള്ളിപ്പറയാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സ്റ്റാൻഡ് എന്തുകൊണ്ട് ഈ മതത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല? താങ്കൾ അത് സത്യസന്ധമായിട്ടുള്ള മറുപടി വേണം എനിക്ക്. പറയട്ടെ. അതായത് മുസ്ലിങ്ങൾ വളരെ നീണ്ട നൂറ്റാണ്ട് കാലത്ത് യൂറോപ്യൻ്റെ ക്രൈസ്തവ മേധാവിത്വത്തിന് കീഴിലായിരുന്നു. പലയിടങ്ങളിലും, ഇന്ത്യയിലടക്കം, ഇന്ത്യ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ. അപ്പം അവരോടുള്ള കടുത്ത വിരോധം, ഈ പാശ്ചാത്യ സംസ്കാരത്തിനോടും മേൽക്കോയ്മയോടുമുള്ളതായ വിരോധം, അത് മുസ്ലിങ്ങളുടെ മനസ്സ് എത്രയോ നൂറ്റാണ്ടുകൾ അവരെ കീഴടക്കി. അതിനാൽ തന്നെ അവരോടുള്ള ശത്രുതയും വിരോധവും മുസ്ലിങ്ങൾ അവരുടെ രക്തത്തിലാണ്. അക്കാരണത്താലാണ് അവരുടെ ഒരു കാര്യത്തിനെയും അനുകൂലിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായത്. പിന്നീട് അവരുടെ ചില രാജ്യമൊക്കെ സ്വതന്ത്രമാവുകയും ചിന്തിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തതോടുകൂടി അവരേറ്റൊക്കെ ചിന്താപരമായി രാജിയാവുകയും അവരുടെ ഈ കണ്ടുപിടുത്തങ്ങളിലൊക്കെ മതിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് മുമ്പ് മുസ്ലിങ്ങളെ കയ്യിലായിരുന്നു ലോകം. ആ 16ാം നൂറ്റാണ്ട് വരെ ആ മുസ്ലിങ്ങൾ എല്ലാത്തിൽ നിന്നും 16ാം നൂറ്റാണ്ട് വരെ 16ാം നൂറ്റാണ്ട് അല്ല, ഞാൻ ചരിത്രം പഠിച്ചാ പറയുന്നത് ശരിയാണോ? 16ാം നൂറ്റാണ്ട് ഏഡൻ ആരുടെ കയ്യിലായിരുന്നു? ഏഡൻ നിങ്ങൾക്കറിയോ? അതുപോലത്തെ വെറുതെ എന്തെങ്കിലും വന്നിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കണേ ശരിയാണോ ഇതൊക്കെയെന്ന് ഒന്നെടുത്ത് വായിക്കി. നിങ്ങൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ പണ്ഡിതനോട് പഠിച്ചോളി. ഞാൻ ശിഷ്യപ്പെടാൻ നിങ്ങൾ രണ്ടാളും കൂടി അവിടെ ഒത്താല്. അല്ല ഒരു നിമിഷം ശ്രീ ഒ അബ്ദുള്ള, ഇനി വലിച്ചു നീട്ടരുത്, സമയമില്ല. ഒറ്റ ചോദ്യം, അതിന് വളരെ ലളിതമായിട്ട് താങ്കൾക്ക് മറുപടി പറയാം. എന്തുകൊണ്ട് ഈ മതഭീകരവാദത്തെ ഇസ്ലാം മതപണ്ഡിതന്മാർ തള്ളിപ്പറയുന്നില്ല? പെട്ടെന്ന്. അത് അവരുടെ ദൃഷ്ടിയിൽ പലയിടങ്ങളിൽ നടക്കുന്നത് അവരെ അടിച്ചമർത്തുന്നതിനെതിരായിട്ടുള്ള പ്രതികരണമായിരിക്കും. എല്ലായിടത്തും അത് ഭീകരതായിട്ട് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പല മുസ്ലിം രാജ്യങ്ങളും ഈ യൂറോപ്യൻ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ ക്രൈസ്തവ മേധാവിത്വത്തിന്റെ കീഴിലാണ്. പ്രതികരിക്കുമ്പോൾ ഭീകരവാദത്തിന്റെ അതുമായിട്ട് ബന്ധമല്ല. ഞാൻ മുസ്ലിം രാജ്യം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഹിന്ദു സന്യാസിമാരൊക്കെ അതിനെ അപലപിച്ചോ? ഈ ഡൽഹി നടന്നതിനെ ഒരാളും അപലപിച്ചില്ല. ക്രൈസ്തവ മേധാവിത്വം അപലപിച്ചോ? ഒരു സംഭവം നടന്നിട്ടല്ലോ, എന്റെ ശ്രദ്ധപ്പെട്ടില്ല. ഏതായാലും ഹിന്ദു സന്യാസിമാർ പ്രതികരിച്ചില്ല. അത് നിങ്ങൾ രണ്ടാളും അത് യോജിച്ചാൽ ഇപ്പൊ പകലാന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയല്ല പകലാന്ന് പറഞ്ഞ പകലാന്ന പൊട്ടന്മാരങ്ങൾ വിചാരം. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ ആങ്കർ മറ്റാണ് കൂടി അങ്ങനെ അത് പാസ്സാക്കി. ഞാൻ പറയുന്നു, നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന വലതുപക്ഷ ശാക്തീകരണം പോലും ഉണ്ടാവില്ല. അതാ ഞാനും പറയുന്നത്. ഇത് ഒരു വശത്ത് കാണുന്ന എന്താണ്, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾ പോലും ഇതിനെ അനുകൂലിക്കുന്ന തരത്തിൽ പരോക്ഷമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ കാണുന്നത്. ഈ തീവ്രവാദികളെ തള്ളി പറയേണ്ടത് അത് തള്ളി പറയണ്ടേ? താങ്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, താങ്കളെ എല്ലാവരും സമുദായം വെറുത്തു, താങ്കളുടെ ഉമ്മ അടക്കം. അപ്പോൾ താങ്കൾക്കൊരു അഭയം വേണം. ആ അഭയമാണ് താങ്കൾ ഈ ഭരണകൂടത്തെ അനുകൂലിച്ചുകൊണ്ടും പിന്താങ്ങിക്കൊണ്ടും ഇത്തരം ചാനലുകൾ ഭരണകൂടത്തിന് കൂട്ടണ്ട. ഭരണകൂടമല്ല, താങ്കൾക്ക് ഭരണകൂടാക്കിയപ്പോൾ നിങ്ങളെ പണി പോലെ പ്ലീസ് പോരുത്. ഇത് നല്ലൊരു ദിവസമാണ്, അതിന്റെ ശോഭ കെടുത്തരുത് പ്ലീസ്, ദയവ് ചെയ്ത്. ഓ അബ്ദുള്ള, പോരുത്.